എവിടാ ചാലമണി? ഇവിടെ ഇല്ല. എവിടെ പോയി? എന്നോട് പറഞ്ഞില്ല. എന്താടാ നിനക്ക് ഇത്ര അഹങ്കാരം? ഇവന് സ്വന്തമായിട്ട് 5 SSLC ബുക്ക് ഉണ്ട്. അതിന്റെ എവിടെ പോയടാ? സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല സാർ. എന്നോട് ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു പോയാ. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലേ കയറാൻ വരണു. താനെന്തിനിപ്പ ഇങ്ങോട്ട് വന്നത്? സാർ അകത്തുണ്ട്, വേഗം പോയിക്കോ. കടന്ന് കൂവണ്ട, തന്റെ സാർ അന്വേഷിച്ചിട്ട് തന്നെയാ വന്നത്. എങ്ങനെ വേദനയൊക്കെ മാറിയോ? നിനക്കൊക്കെ ഒളിച്ചും പാത്ത് പിന്നിൽ നിന്ന് അടിക്കാനല്ലേ അറിയൂ? ആണാണെങ്കിൽ നേരെ നിന്ന് അടിക്കടാ. പിന്നിൽ നിന്ന് അടിച്ച് താഴെ ഇടുക, പിന്നീട് രക്ഷപ്പെടുത്തുക. കൊള്ളാം. നീ ഇതിനപ്പുറത്ത് അടവ് പറ്റിയാലും എന്റെ മനസ്സുരുകില്ല. വാശി കൂടുകയുള്ളൂ. അകത്ത് കിടക്കുന്നവനെ അകത്ത് തന്നെ കിടക്കും. കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. നീ കള്ളം കേശുവിന്റെ പാർട്ട്ണറാണല്ലേ? നിർത്ത്. ആ നായിന്റെ മോനിപ്പോ എവിടെയുണ്ട്? പറ. ദാ എന്റെ മടിയിലുണ്ട്, എടുത്തോ. എടുക്കൂടാ. ഞാൻ മടിയിലുള്ളതല്ല, നിന്റെ മനസ്സിലുള്ളതും പുറത്തെടുക്കും ഞാൻ. ഏയ്, ഇത് പറയാനാ സാർ എന്നെ അന്വേഷിച്ചത്? അതിനകത്ത് കിടക്കുന്നവനെ രക്ഷിക്കാൻ എനിക്ക് ഒരടവിന്റെയും നാടകത്തിന്റെ ആവശ്യമില്ല. എന്താ എന്ത് പറ്റി മോളെ? ഇവിടെ ഒരാൾ മൂടി പൊതിച്ച്. ഞാൻ റൂമിലേക്ക് കയറിയപ്പോ ഇവിടെ ഒരാൾ നിൽക്കണം, കരിപ്പട പൊതിച്ച്. എന്നെ കണ്ടു പോയാൽ ഇറങ്ങി ഓടി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എന്തായിടോ? കിട്ടിയില്ല സാർ. ഓ, നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാറോ? അല്ലെങ്കിലും ലോക്കപ്പിൽ കിടന്ന് പ്രതി ചാടിപ്പോയ ചരിത്രമല്ലേ നമ്മുടെ സ്റ്റേഷനുള്ളത്? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അന്നല്ല ഒരിക്കലും പറമ്പത്ത് രാജു ഈ വീട്ടിൽ വന്നിട്ടില്ല. വന്ന കാര്യം പോലീസ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. അത് പോലീസിനോട് പറഞ്ഞത്. കോടതി പറയേണ്ട കേസാ ഇപ്പൊ മണിയണ്ണം പറഞ്ഞത്. പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞ് പോലീസ് എന്നെ കൊല്ലും. മാറ്റി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലും. ആരുടെ കയ്യിൽ നിന്ന് ചാവണമെന്ന് ആദ്യം നീ അങ്ങ് തീരുമാനിക്ക്. പറഞ്ഞത് കേട്ടാടി മോളെ സുശീലേ. നിന്റെ മോനും ചത്തുപോയ പെണ്ണ് ഭദ്രയും തമ്മില് നല്ല ഒട്ടലായിരുന്നു അല്ലേ? എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. അവനെ സ്നേഹിക്കുന്ന പല പെൺകുട്ടികളുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. പല കുട്ടികളും കയറി സ്നേഹിക്കാൻ നിന്റെ മോനാരാ? കാമദേവനോ? എത്ര പേരുണ്ടായിരുന്ന ലിസ്റ്റില് മോളെ സുശീലേ? അതൊക്കെ അവൻ വെറുതെ പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. നിന്റെ മോനിപ്പോ എവിടെയുണ്ട്? പോലീസിനെ പേടിച്ച് അവൻ ഇപ്പോഴും ഇങ്ങോട്ട് വരാറില്ല. അവനെന്തിനാ പോലീസിനെ പേടിക്കുന്നത്? അവനവർക്ക് സംശയം ഉണ്ടല്ലേ മോളെ സുശീലേ? അവനല്ലേ അവളെ കൊന്ന് കൊക്കിലെറിഞ്ഞത്? ആ വക്കീൽ കൈമളിന്റെ ശിങ്കിടി ഒരുത്തനില്ലേ കത്തെഴുതിയ ദൃക്സാക്ഷി? എന്താ അവന്റെ പേര്? പുഷ്പൻ. അപ്പി അവനെ ഒന്ന് പൊക്ക്. പൊക്കാലോ? പോലീസിനോടോ കൈമളിനോടോ താൻ എന്ത് പിണ്ണാക്ക് വേണമെങ്കിലും പറഞ്ഞു, ഞങ്ങൾക്കൊരു ചുക്കുമില്ല. പക്ഷെ കോടതി പറയേണ്ട കാര്യം അറിയാലോ. ഓർമ്മയുണ്ട്, ആ കത്തെഴുതിയത് ഞാനല്ല. അന്ന് ആ വീടിന്റെ പരിസരത്ത് പോലും ഞാൻ പോയിട്ടില്ല. പറമ്പത്ത് രാജനെ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനി എങ്ങാനും മാറ്റി പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ ഇല്ലേ, പറയില്ലേ. അടിച്ചില്ല. ഇല്ലേ ഇല്ല. പുഷ്പ, എന്ത് പറ്റിയോടോ തനിക്ക്? പറയടോ. അന്ന് എന്നെ തടഞ്ഞു ഭീഷണിപ്പെടുത്തിയില്ലേ, സെയിം ഇന്ന് ഇയാളെ. നന്നായി. എനിക്ക് വയ്യ പത്രത്തെ പോലെ 2 സൈഡിൽ തടി കൊള്ളാൻ. പറഞ്ഞാൽ ഇവിടെ നടി, പറഞ്ഞില്ലെങ്കിൽ അവിടെ നടി. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇല്ലാത്തൊക്കെ എഴുതി പൊല്ലാപ്പിന് പോണ്ടാത്. അവരെന്താ പറഞ്ഞ? അന്നാ പരിസരത്ത് വെച്ച് ഞാൻ രാജുവിനെ കണ്ടേ ഇല്ലെന്ന് കോടതിയിൽ തിരുത്തി പറയണോന്ന്. ഇല്ലെങ്കിൽ 5 ദിവസമായിട്ട് സഞ്ജയനോ. ഈ ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കാനേ അച്ഛൻ അറിയൂ. ഇതുപോലെ ന്യായമായിട്ടുള്ള ഒന്നിനും അച്ഛൻ പ്രതികരിക്കില്ല. ഉപദേശം പോകുമ്പോ പറയാ. എടുക്കടോ. കോട്ടല്ലടോ, പേപ്പർ പരാതി എഴുതാൻ.
നീ എവിടെ പോയതാ? ഞാൻ ടൗൺ വരെ പോയതാ. അത് പറയാൻ നിനക്കെന്താ അത്ര മടി? കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയി നിന്റെ മകൻ തിരിച്ചു വന്നില്ലേ? വന്നു, പിന്നെയും പോയി. എങ്ങോട്ടേക്ക്? അറിയില്ല സാർ, ജോലി അന്വേഷിച്ചു പോയതാ. നീ ഇപ്പൊ ടൗണിലേക്ക് പോയത് മകനെ കാണാൻ വേണ്ടിട്ടല്ലേ? അല്ല സാർ. പിന്നെ ടൗണിൽ അവൻ എവിടെയുള്ളത്? സത്യം, കുറെ നാളായിട്ട് അവന്റെ ഒരു വിവരമില്ല സാർ. നിനക്കെല്ലാം അറിയാം, അറിഞ്ഞുകൊണ്ട് ഒളിക്കുക. അവനായിട്ട് കീഴടങ്ങിയാൽ സാക്ഷിയാവും. മറിച്ച് ഞാനാണ് അവനെ കണ്ടുപിടിക്കുന്നതെങ്കിൽ പ്രശ്നമാവും പെങ്ങളെ. സാർ, അതിനെന്ത് തെറ്റാ അവൻ ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത അവനെന്തിനായിട്ട് ഒളിച്ചു താമസിക്കുന്നു? നമസ്കാരം, ക്ഷമിക്കണം. പരാതി തരാൻ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ജീപ്പ് നിർത്തിയിരിക്കുന്നുണ്ടോ, അതുകൊണ്ട് ഇറങ്ങിയതാ. വേറെ ഒന്നിനുമല്ല, സത്യം. സാറേ കയറിപ്പോലെ. സാറേ എന്റെ മകളോട് അവൻ കാണിച്ച എല്ലാ ക്രൂരതയും ഞാൻ ക്ഷമിച്ചു. ഒറ്റ കാരണം കൊണ്ട്, ആ റാസ്കലിന് രാജൻ സാറിന്റെ മുഖവുമായി നല്ല സാമ്യമുള്ളതുകൊണ്ട് മാത്രം ഒരു ചെറിയ സിമ്പതി തോന്നി. അച്ഛൻ പേര് കേട്ട കോഴിക്കോട്ടായിരുന്നല്ലേ? സെക്ഷൻ 121 കയറി വരാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പരാതി തന്നു കഴിഞ്ഞില്ലേ? തീരുമാനം ഞാൻ എടുത്തോളാം. കൈമള് പോ. ഞാൻ പോണോ അല്ലേ? വേണ്ട, അകത്ത് കിടക്കാനുള്ള സ്ഥലമുണ്ട്. അയ്യോ വേണ്ട, പുലിവാലായ അച്ഛൻ കോഴിക്കോട്ടുകാരനെന്ന് അറിയണോ എനിക്ക്? വേണ്ട. നമസ്കാരം. വണ്ടി വിടറാ. ആരും കാണുന്നില്ലല്ലോ. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് സാർ. നായിന്റെ മക്കള് രക്ഷപ്പെട്ടോ? ഇല്ല സാർ, മുറിയിൽ ബാഗും തുണിയൊക്കെ കിടപ്പുണ്ട്. ആ കേറ്. എന്താടോ വിറയ്ക്കുന്നത്? അവിടെ അവിടെ അകത്ത് എന്ത്? എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറയടോ. ഞാൻ രാജാമണി, DYSP ക്രൈംബ്രാഞ്ച്. സബ് ഇൻസ്പെക്ടർ പ്രകാശ്, സബ് ഇൻസ്പെക്ടർ തോമസ്. ചാലമണി ഒരു ഗസ്റ്റ് വേഷമായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല രാജൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും രാജന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. എല്ലാത്തിനും ഉത്തരം കിട്ടും അതാത് സന്ദർഭങ്ങളിൽ. സർ, ഭദ്ര എന്ന പെൺകുട്ടിയുടെ മരണം തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്താൻ കാരണം. ആ കേസിൽ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും മറ്റൊരു അന്വേഷണം എന്ന് പറയുമ്പോൾ രാജനല്ല, ആർക്കും ആശയക്കുഴപ്പമുണ്ടാവും. നാട്ടുകാരെ പോലെ ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നുണ്ടോ? ഏതൊരു കൈമളുടെ നിർബന്ധത്തിന് വഴങ്ങി പറമ്പത്ത് രാജുവിനെ ഞാൻ അറസ്റ്റ് ചെയ്തെന്ന്? നോ, നെവർ. നാട്ടുകാരുടെ വർത്തമാനങ്ങളൊന്നും ഞങ്ങൾ തീരെ കാര്യമാക്കിയിട്ടില്ല. അതേപോലെ പറമ്പത്ത് രാജുവിനെ രക്ഷിക്കാൻ ഞങ്ങൾ കാട്ടിയ കോപ്പറേറ്റീവൊന്നും രാജൻ അത്ര കാര്യമാക്കുകയും വേണ്ട. ആവേശത്തിൽ കുറെ നാൾ ഇവിടെ നിന്നതിന്റെ ഫലമായി ചില കാര്യങ്ങൾ മനസ്സിലായി. ഇനിയുള്ള അന്വേഷണങ്ങൾക്ക് ആ ഗസ്റ്റ് വേഷത്തിന്റെ ആവശ്യമേ ഇല്ല. എന്നാലും എന്തിനു വേണ്ടിയിട്ടായിരുന്നു സാർ ഈ ഗസ്റ്റ് വേഷം? തീർച്ചയായിട്ടും കാരണമുണ്ട്. സന്ദർഭം വരുമ്പോ അതൊക്കെ പറയാം. ഞാനാകെ ടെൻഷനിലാണ് സാർ. ആളറിയാതെ ഞാൻ സാറിന് എന്തൊക്കെയോ. നത്തിങ് ടു വറി. രാജൻ എന്ത് ചെയ്യണോ അതേ ചെയ്തിട്ടുള്ളൂ, അല്ലടോ? കറക്റ്റാ സർ. കണ്ട റൗഡികൾ സ്റ്റേഷനിൽ കയറി നിറങ്ങിയിട്ടും മിസ്റ്റർ രാജൻ ഇത്രയൊക്കെയല്ലേ ചെയ്തുള്ളൂ. പക്ഷേ വേറെ ചിലരുടെ കാര്യം പരുങ്ങല്ല. ഓക്കെ രാജൻ.